ഇന്നൊരു ബർത്ത്ഡേ ഫംഗ്ഷന് പോകുന്ന പോക്കാണ് കേട്ടോ. നമ്മുടെ കമ്പനിയിലെ സൂപ്പർ സീനിയർ മിഥുൻ ചേട്ടൻ്റെ കുട്ടിയുടെ 1ാം പിറന്നാളാണെന്ന്. അത് നമ്മുടെ ആലുവ ജാതിക്ക തോട്ടത്തിൽ വെച്ചാണ് ഫംഗ്ഷൻ നടക്കുന്നത്. അവിടെ എന്താ അങ്ങനെ ഒരു പേര് വരാൻ കാര്യമെന്ന് അവിടെ എത്തുമ്പോൾ തന്നെ മനസ്സിലാവും. കാരണം ഫുൾ ജാതി മരമാണ്, അത് നല്ല വൈബാണ്. നമ്മളവിടെ എത്തുമ്പോൾ ബർത്ത്ഡേ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തിരുന്നു, കേക്ക് കട്ടിങ് ഒക്കെ തുടങ്ങിയിരുന്നു. പക്ഷേ കമ്പനിയിൽ നിന്ന് ആരും എത്തിയിട്ടുണ്ടായിരുന്നില്ല, അവരുടെ റിലേറ്റീവ്സ് മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. ഞാനും അക്ഷരയും മാത്രമേ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ. അക്ഷരയാണെങ്കിൽ നാട്ടിൽ പോയി വന്നപ്പോൾ ഇതാ ഇവിടെ ട്രഡീഷണൽ ലുക്കിൽ ആളിങ്ങ് എത്തിയിട്ടുണ്ട്. ഏതാ ഈ മലയാളി കുട്ടി? കമ്പനിയിലുള്ളവരെയും വെയിറ്റ് ചെയ്ത് ഞങ്ങൾക്ക് ബോറടിച്ചു തുടങ്ങി. അപ്പം ഞാൻ പറഞ്ഞ അക്ഷരമുണ്ടോ എനിക്ക് കുറച്ച് വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തു തരാൻ. അങ്ങനെ കുറച്ച് നേരം ഫോട്ടോസ് എടുത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ കമ്പനിയിലുള്ള ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നു. ശേഷം ഗിഫ്റ്റും കൊടുത്ത് കിട്ടിയ കേക്കും മേടിച്ച് കഴിച്ച് അവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ പിറന്നാളുകാരൻ ധൻവിക്കിൻ്റെ 1ാം പിറന്നാൾ ആഘോഷിക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തിയത്. അവൻ എല്ലാവരുടെ കയ്യിലും പോകുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് കുട്ടികളെ എടുക്കാൻ ഭയങ്കര പേടിയാണ്, അതുകൊണ്ട് തന്നെ ഞാൻ എടുക്കാൻ നിന്നില്ല. ഞാൻ അവരൊക്കെ എടുക്കുന്നത് നോക്കി അവരുടെ വീഡിയോസൊക്കെ എടുത്തു. പിന്നെ നമ്മുടെ കമ്പനിയിൽ എല്ലാവരും കൂടെ ഓരോ സംസാരിച്ച് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇത് നമ്മുടെ ഷാഫിഖാൻ്റെ കുട്ടിയാണ് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മാഡവും നമ്മുടെ ഭാഗ്യമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ ഇവിടുത്തെ ഭംഗി ആസ്വദിക്കാൻ തുടങ്ങിയത്. നല്ലൊരു ഇൻറ്റിമേറ്റഡ് ഫങ്ഷൻസ് ഒക്കെ നടത്താൻ പറ്റിയ നല്ലൊരിടമാണ് കേട്ടോ ഈ ജാതിക്കാത്തോട്ടം നമ്മുടെ ആലുവയിലുള്ള. ഞാൻ എറണാകുളത്ത് ഇത്രയും വർഷം നിന്നിട്ടും ഇതുവരെയും ഇങ്ങനെ ഒരു സ്പോട്ടിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഇതുപോലെ ചെറിയ ചെറിയ ഫങ്ഷൻസ് ഒക്കെ നടത്താൻ നിങ്ങൾക്കും ഇവിടെ തന്നെ സമീപിക്കാം കേട്ടോ. ഇതാണ് നമ്മുടെ ജാതിക്കാത്തോട്ടം.